അതിരപ്പിള്ളിയിൽ പരുക്കേറ്റ ആനയുടെ രക്ഷാദൌത്യത്തിനായി 3 കുങ്കിയാനകളും അതിരപ്പിള്ളിയിലെത്തി. കോന്നി സുരേന്ദ്രൻ, വിക്രം, കുഞ്ചു എന്നിവരാണ് എത്തിയത്. മസ്തകത്തിൽ പരിക്കേറ്റ ആന ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശത്ത് തുടരുകയാണ്. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, കുങ്കിയാനകൾ അതിരപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഇനി രക്ഷാപ്രവർത്തനമാണ്. പരിക്കേറ്റ ആന ജനവാസ മേഖലയോട് ചേർന്ന പ്രദേശത്ത് തന്നെയാണ് ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്നത്. തുടർ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും വനം വകുപ്പ് സ്വീകരിക്കുക? അതോടൊപ്പം നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ തത്സമയ ദൃശ്യങ്ങളാണ്. കുങ്കിയാനകൾ പ്രദേശത്ത് എത്തിച്ചേർന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രേഷ്മ, തുടരാം. രോഹിണി, ഒടുവിലായിട്ട് എത്തിയിട്ടുള്ളത് കോന്നി സുരേന്ദ്രൻ എന്ന കുങ്കിയാനയാണ്. അത് വന്ന ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ സ്ഥലത്ത് 3 കുങ്കിയാനകളും നിലയുറപ്പിച്ചിരിക്കുകയാണ്. എസ്റ്റേറ്റിലെ, അതായത് ഈ പ്ലാന്റേഷൻ വെറ്റിലപ്പാറ എസ്റ്റേറ്റിന്റെ ഭാഗത്തെ അങ്കണവാടി, ആ പ്രദേശത്തോട് ചേർന്നുള്ള ഇടത്തിലാണ് ഈ 3 കുങ്കിയാനകളെ നിർത്തിയിട്ടുള്ളത്. ഫെൻസിങ്ങോട് കൂടിയുള്ള ചുറ്റുപാടും ഫെൻസിംഗ് ഉണ്ട്. ഈ ഒരു പ്രദേശത്താണ് നിലവിൽ കുങ്കിയാനകളെ നിർത്തിയിട്ടുള്ളത്. ഇന്നലെ തന്നെ വിക്രം എന്നുള്ള കുങ്കിയാനയാണ് ആദ്യമായിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം ഇന്ന് 9 മണിയോട് കൂടി കുഞ്ചു എന്ന കുങ്കിയാനയും എത്തിച്ചു. ഏറ്റവും ഒടുവിലായിട്ട് എത്തിയതാണ് ഈ കോന്നി സുരേന്ദ്രൻ. 3 കുങ്കിയാനകളും സമാനമായിട്ട് നേരത്തെ രക്ഷാദൗത്യങ്ങളിലൊക്കെ തന്നെ ഏർപ്പെട്ട് അനുഭവ സമ്പത്തുള്ളവരാണ്. എന്തായാലും രക്ഷാദൗത്യം നാളെ ആരംഭിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. കോടനാട്ടെ കൂടിന്റെ അറ്റകുറ്റപ്പണികൾ, അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുന്നുണ്ട്. കുങ്കിയാനകളെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി ഡോക്ടർ അരുൺ സെക്രിയ സ്ഥലത്തെത്തും. അതിനുശേഷമായിരിക്കും രക്ഷാദൗത്യം ഏത് വിധത്തിൽ മുന്നേറണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും നാളെ ആരംഭിക്കുക എന്നുള്ള ഒരു സൂചനകൾ തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം നമുക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ജനവാസ മേഖലയോട് ചേർന്ന്, അതായത് വെറ്റിലപ്പാറ പ്ലാന്റേഷൻ 17 ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശത്ത് തന്നെയാണ് ഈ മസ്തകത്തിൽ പരിക്കേറ്റ ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ജനവാസ മേഖലയിൽ കൃഷിയിടത്തിൽ കയറുകയും അവിടുത്തെ കൃഷി നശിപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അവിടെ നിന്ന് തുരുത്തിലേക്ക് മാറുകയായിരുന്നു. എന്തായാലും നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ആശങ്ക, അതായത് ജനവാസ മേഖലയിലേക്ക് കയറുമെന്നുള്ള ഒരു ഭീതി നിലനിൽക്കുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഗുരുതരമായിട്ട് തന്നെയാണ് ആനയ്ക്ക് പരിക്കുള്ളത്. മറ്റൊരു പ്രധാന പ്രശ്നമുള്ളത് അണുബാധ ഏറ്റിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പരിക്ക് ഗുരുതരമാണ്. അതോടൊപ്പം തന്നെ ആ മുറിവിൽ നിന്ന് പഴുപ്പ് ഒലിച്ചിറങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും കൃത്യമായിട്ടുള്ള നിരീക്ഷണം വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുമുണ്ട്. എന്തായാലും രാത്രിയോടുകൂടി അരുൺ സെക്രിയ എത്തുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. കുങ്കിയാനകളെ എത്തിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണങ്ങളും തുടരും. മയക്കുവെടി വെക്കാനായിട്ടുള്ള ക്രമീകരണങ്ങളായിരിക്കും അടുത്ത ഘട്ടത്തിൽ എടുക്കുക. മയക്കുവെടി വെച്ചതിന് ശേഷം കുങ്കിയാനകൾ ഉപയോഗിച്ച് വാഹനത്തിൽ കയറ്റാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. അതിനു മുന്നേ തന്നെ കുങ്കിയാനകളെ എത്തിച്ച് അവിടുത്തെ ഈ നിലവിലെ മസ്തകത്തിൽ പരിക്കേറ്റ ആനയുടെ നിലയുറപ്പിച്ചിരിക്കുന്ന രീതികൾ, അതൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കേണ്ടി വരും. എന്തായാലും പരിക്ക് ഗുരുതരമാണ്. അതോടൊപ്പം തന്നെ അണുബാധ ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ആശങ്കയ്ക്ക് വകവയ്ക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു ഘടകം. എന്തായാലും നിലവിൽ കുങ്കിയാനകൾ 3 അതിരപ്പള്ളിയിൽ ഉണ്ട്. മുത്തങ്ങയിൽ നിന്നാണ് ഈ 3 കുങ്കിയാനകളെയും എത്തിച്ചിട്ടുള്ളത്. 3 പേരും സമാനമായിട്ടുള്ള രക്ഷാദൗത്യങ്ങളിൽ ഏർപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാദൗത്യം വിജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥരടക്കമുള്ളത്. 20 അംഗ ഡോക്ടർ അരുൺ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള 20 അംഗ സംഘവും അതോടൊപ്പം തന്നെ വനപാലകരുടെ 80 അംഗ സംഘവും, മൊത്തത്തിൽ 100 പേരടങ്ങുന്ന സംഘമാണ് ഈ രക്ഷാദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതോടൊപ്പം തന്നെ സമാന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കോടനാട്ടെ കൂടിന്റെ, അതിന്റെ ഈ ആനയെ കൊണ്ടിടാനുള്ള കൂടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെയാണ്. 110 യൂക്കാലി മരങ്ങളാണ് ഈ കൂട് നിർമ്മാണത്തിന് വേണ്ടി ആവശ്യം വരിക. നിലവിൽ 1 ലോഡ് യൂക്കാലി മരങ്ങളുടെ തടി കഴിഞ്ഞ ദിവസം തന്നെ കോടനാട് എത്തിച്ചിട്ടുണ്ട്. അതിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകും. 24 മണിക്കൂർ വേണമെന്നാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതും പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ചികിത്സ ആരംഭിക്കുവാനും സാധിക്കൂ. എന്തായാലും ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ മറ്റന്നാളത്തേക്കായിരിക്കും ഉണ്ടാകുക. രക്ഷാദൗത്യം, അല്ലെങ്കിൽ ആ ആനയെ പിടികൂടുന്ന ദൗത്യം നാളെ തന്നെ ആരംഭിക്കുമെന്നുള്ളൊരു സൂചനകൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ആനയെ
കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. അതായത് ആന വനപാലകരുടെ നിരീക്ഷണത്തിലാണ് ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശത്ത് അത് നിൽക്കുന്നുണ്ട്. റോഡ് മുറിച്ച് കടന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം കൃഷിയിടത്തിൽ ഇറങ്ങിയ സമയത്ത് കവുങ്ങും വാഴകളും ഒക്കെ തന്നെ നശിപ്പിക്കുകയും അത് കഴിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഭക്ഷണം എടുക്കുന്നതിൽ നിലവിൽ ആനയ്ക്ക് ബുദ്ധിമുട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് വനംവകുപ്പ് അധികൃതർ ഉള്ളത്. എന്തായാലും പരിക്ക് ഗുരുതരം തന്നെയാണ്. രക്ഷാദൗത്യം നാളെ ആരംഭിക്കുമെന്നുള്ള ഒരു രീതിയിലാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. വൈകുന്നേരത്തോടുകൂടി ഡോക്ടർ അരുൺ സെക്രിയ സ്ഥലത്തെത്തും. 100 അംഗ സംഘമാണ് ഈ രക്ഷാദൗത്യത്തിന് പിന്നിലുണ്ടാകുക. കുങ്കിയാനകളെ ഈ നിലവിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആന നിൽക്കുന്നിടത്തിൽ നിന്നും കുറച്ച് അകലെയാണ് പാർപ്പിച്ചിരിക്കുന്നത്.